ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂ ഇയർ? അപ്പോൾ 2025 പുതിയ വർഷം തുടങ്ങി. ന്യൂ ഇയർ പരിപാടിയൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്, ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 2-ാം തീയതിയായി. ഇന്ന് മുതൽ ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് വെയിറ്റ് കുറയാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്, ഒരു ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതാണ് ഞാൻ വീഡിയോയിൽ കൂടി അതാത് ദിവസം തന്നെ വൈകുന്നേരം ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും വീട്ടിലുള്ള ഫുഡ് തന്നെ കഴിച്ചുകൊണ്ട്, അല്ലാതെ നമുക്ക് വേറെ പുറത്തുനിന്ന് ഇതിനായിട്ട് ഫുഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റോ ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. എൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്കറിയാം, എന്നോടൊപ്പം ഒരുപാട് പേര് വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ എന്നോടൊപ്പം തന്നെ ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഫുഡ് തന്നെ ഒന്ന് പോർഷനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ എങ്ങനെയാണ് പോർഷൻ കൺട്രോൾ ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെ ഫുഡാണ് എടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി തന്നെ മനസ്സിലാവും. പണ്ട് ഞാൻ 76 കിലോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ വെയിറ്റ് കുറച്ച് 63 കിലോയിൽ എത്തിയതാണ്. പിന്നീട് ഞാൻ ഫുഡൊന്നും കൺട്രോൾ ചെയ്യാതെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്തു, നമുക്കൊരു 5 കിലോ കുറഞ്ഞു. അങ്ങനെ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് കൂടാതിരിക്കാൻ നോക്കുക. പിന്നെയും നമ്മൾ പോർഷൻ കൺട്രോളിൽ തന്നെ പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടത്തില്ല. എനിക്ക് 63 കിലോ ആയപ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും വെയിറ്റ് തന്നെ ഓക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ വീണ്ടും ഫുഡൊക്കെ കഴിച്ച് വീണ്ടും വെയിറ്റ് കൂടി 70 സംതിങ്ങിലോട്ട് വന്നു. അങ്ങനെ ഞാൻ ഒക്ടോബറിൽ നിങ്ങൾക്ക് എൻ്റെ വെയിറ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും കൂടിയ വെയിറ്റ് ആയിരുന്നു അത് 78 കിലോയും 600 ഗ്രാമും. അത് കഴിഞ്ഞിട്ട് ഞാൻ നവംബറിലും ഡിസംബറിലും ഫുഡൊന്നും കൺട്രോൾ ചെയ്തില്ല. വർക്കൗട്ട് ഡെയിലി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡിനകത്ത് പുറത്ത് പോയി ഞാൻ വീക്കെൻഡിൽ ഫുഡ് കഴിക്കും. വീട്ടിൽ കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പോർഷൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ജനുവരി 2-ാം തീയതി ആയപ്പോഴത്തേക്ക് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വെയിറ്റ് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അത്രയും കുറഞ്ഞതിൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. എന്നാലും ഞാൻ ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്തിട്ടില്ല. പിന്നെ സ്ട്രിക്റ്റായിട്ട് വെയിറ്റ് ലോസിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല. എപ്പോഴും പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിട്ടാൽ പോരാ, ഈ ജനുവരി മുതൽ ഞാൻ ഉദ്ദേശിക്കുന്ന വെയിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് ശ്രമിക്കണം. അപ്പം ഇന്നത്തെ എൻ്റെ വെയിറ്റ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആ ഒരു ഒക്ടോബറൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ജനുവരിയായി, പുതിയ വർഷമായി. എൻ്റെ വെയിറ്റ് 74 കിലോ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തായാലും സ്ട്രിക്റ്റായിട്ട് ചെയ്യുമ്പോൾ കുറയും. അപ്പോൾ ഞാൻ ഒട്ടും സ്ട്രിക്റ്റ് ആകാതെ ചെയ്തിട്ട് പോലും എനിക്ക് 4 കിലോയിൽ മേളിൽ കുറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഡെയിലി വർക്കൗട്ടൊക്കെ ചെയ്ത് 3 ലിറ്റർ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ വെയിറ്റ് ഇനിയും നല്ല റിസൾട്ട് എനിക്ക് കിട്ടും. അതുകൊണ്ട് ഈ ജനുവരി ഇപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസും അങ്ങനെ ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ട്. ആ കൂടിയ വെയിറ്റ് കുറയ്ക്കാൻ എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഈ വീഡിയോയിൽ തന്നെ ഈ ദിവസം ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചത്, ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തോ ഇല്ലയോ, അതുപോലെ വെള്ളം എത്ര ലിറ്റർ കുടിച്ചു, ഇതെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കണ്ടോളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് വീട്ടിലുള്ള ഫുഡെല്ലാം എടുക്കാം, പക്ഷേ നമ്മളൊന്ന് അളവ് ശ്രദ്ധിച്ചാൽ മതി. ചോറാണെങ്കിൽ നിങ്ങൾ 1 സ്പൂൺ ചോറൊക്കെ എടുത്താൽ മതി. കറികൾ തോനെയായിട്ട് എടുക്കുക, പച്ചക്കറി ഉൾപ്പെടുത്തുക, ചിക്കൻ കഴിക്കാം, ഫിഷ് കഴിക്കാം. അതുപോലെ രാവിലെ ഞാൻ എഗ്ഗാണ് എടുത്തത്. പക്ഷേ നിങ്ങൾക്ക് വീട്ടിലുള്ള ഇഡലിയോ ദോശയോ ഒക്കെ എടുക്കാം. ഇഡലിയാണ് 2 എണ്ണം, അതിൽ കൂടണ്ട. ദോശയാണെങ്കിൽ 1 എണ്ണം അല്ലെങ്കിൽ 1.5 എണ്ണം, അത്രയൊക്കെ കഴിച്ചാൽ മതി. നിങ്ങൾക്ക് വയറ് ഫില്ലാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വിശക്കുന്നെന്ന് തോന്നത്തില്ല. നമ്മൾ ഈ വെള്ളം കുടിക്കാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ദാഹിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും വിശക്കുവാണെന്ന് കരുതി. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം, അതുപോലെ പോപ്കോൺ കഴിക്കുക. അത് വീട്ടിൽ തന്നെ ആക്കി കഴിക്കണേ. പിന്നെ പച്ചക്കറി കഴിക്കാം, അതുപോലെ കുക്കുംബർ, ക്യാരറ്റ്, ആപ്പിള്, ഓറഞ്ച്, അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും. എന്ന് വെച്ചാൽ ചക്ക,
പഴുത്ത മാങ്ങ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആപ്പിൾ, സ്ട്രോബെറി, ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. അവ എന്തൊക്കെ ഫുഡ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഓരോ വീഡിയോസിലായിട്ട് ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും പഴയ എൻ്റെ വെയിറ്റ് ലോസ് ചലഞ്ചിൽ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഒരുപാട് മിസ് ചെയ്തു നിങ്ങളെയൊക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് എന്തൊക്കെ ഫുഡ് കഴിച്ചെന്ന് നോക്കാം. മോർണിംഗ് ഡ്രിങ്കിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ്സും നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് അരമുറി നാരങ്ങയാണ് ഞാൻ പിഴിഞ്ഞു കുടിക്കുന്നത്. ഒരെണ്ണം ഫുള്ളായിട്ട് വേണ്ട, അരമുറി മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ജീരകവെള്ളമൊക്കെ എടുക്കുക, ഇഷ്ടമുള്ള മോർണിംഗ് ഡ്രിങ്ക് എടുക്കാം. പിന്നെ ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഒരു എഗ്ഗ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ, അതിൻ്റെ കൂടെ ഒരു ഓറഞ്ചും കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് 2 എഗ്ഗ് വരെ ഫുള്ളായിട്ട് കഴിക്കുക. അത് ഓംലെറ്റ് ആക്കിയോ എങ്ങനെ വേണമെങ്കിലും ഇഷ്ടത്തിന് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ട് ഇഡലി അങ്ങനെയുള്ളത് കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് സാമ്പാറും അതിൻ്റെ കൂടെ 2 ചപ്പാത്തിയാണ് എടുത്തത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു ആപ്പിളും അതുപോലെ 2 റസ്ക്കും കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോപ്കോണോ ആപ്പിളോ ഓറഞ്ചോ അങ്ങനെയുള്ള എന്ത് ഓപ്ഷൻ വേണമെങ്കിലും വൈകുന്നേരം കഴിക്കാം. പിന്നെ ഡിന്നർ ഞാൻ 6 മണിയായപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ട്. അത് ഓട്സ് ഒരു ഇച്ചിരി പാലും വെള്ളവും കൂടി ചേർത്ത് വേവിച്ചതാണ്. അതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ഒരു ഈത്തപ്പഴമാണ് എടുത്തത്. നിങ്ങൾക്ക് തേന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ച ഫുഡുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ നല്ല അളവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ നോക്കിയിട്ട് അതുപോലെ അളവ് ശ്രദ്ധിച്ചിട്ട് കഴിക്കുക. പിന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോ റെഗുലറായിട്ട് ഇടാൻ പറ്റാഞ്ഞത്. അതിന് ഞാനൊരു ബിഗ് സോറി പറയുന്നു. അപ്പോൾ ഇനിയെങ്കിലും ഞാൻ വീഡിയോ റെഗുലറായിട്ട് ഇടും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ എന്നോടൊപ്പം ചെയ്തവർക്കൊക്കെ ചിലപ്പോൾ വെയിറ്റ് കൂടിയിട്ടുണ്ടാവും, പക്ഷെ ആരും വിഷമിക്കേണ്ട, എനിക്കും വെയിറ്റ് കൂടിയിട്ടില്ലേ. അപ്പം ഞാനും പുതിയ വർഷത്തിൽ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒരു കാര്യമുണ്ട്, ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് എന്നെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അത് ചിലപ്പോൾ 1-2 ആഴ്ച മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് ദിവസങ്ങൾ അല്ല, നമുക്ക് നമ്മുടെ ഐഡിയൽ വെയിറ്റ് അല്ലെങ്കിൽ ഏതൊരു കാര്യം നമുക്ക് സാധിക്കുന്നോ ആ ഒരു സമയം വരെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പം ഞാൻ തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഹാബിറ്റ് ട്രാക്കറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡെയിലി വർക്കൗട്ട് ചെയ്തോ അല്ലെങ്കിൽ പിന്നെ എന്താണ് വെള്ളം 3 ലിറ്റർ കുടിച്ചോ, ഫുഡ് എന്തൊക്കെയാണ് കഴിച്ചത്, കറക്റ്റായിട്ടാണോ ഫുഡ് എടുത്തത്, ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനൊരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം വീക്കിലി വാട്ടർ ട്രാക്കർ. അപ്പം നമുക്ക് സൺഡേ മൺഡേ എന്നൊക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ ഞാൻ 3 ലിറ്ററാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 12 കോളം ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കൊന്ന് കളറൊക്കെ ചെയ്ത് നമ്മൾ അത്രയും വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വെയിറ്റ് ലോസ് ട്രാക്കർ എന്നും പറഞ്ഞുകൊണ്ട് ഇതെടുത്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ടിട്ട് വെയിറ്റ് അപ്ഡേറ്റ് ആക്കാൻ വേണ്ടി, വെയിറ്റ് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെയിറ്റ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു മിനിറ്റ്, ഇത് ഞാൻ വർക്കൗട്ട് ചെയ്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡേ 1 വർക്കൗട്ട് ചെയ്തെങ്കിൽ അത് അടയാളപ്പെടുത്തുക, ഡേ 2 ഡേ 3 അങ്ങനെ എന്താണ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേജ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മീൽ ട്രാക്കറാണിത്. ഇപ്പോൾ തിങ്കളാഴ്ച ഏതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിച്ചത്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ്, അതുപോലെ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, അങ്ങനെ ഈ ഒരു പേജ് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഞാൻ ഇതുപോലെ തന്നെ വേറൊരു പേജ് എടുത്തിട്ട് ഇത് മാറ്റി അത് വെക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫുഡാണ് നമ്മൾ എടുത്തത്, കറക്റ്റായിട്ടാണോ എടുത്തത്, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും.
അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രിൻ്റ് എടുക്കാൻ പറ്റത്തില്ല, ഞാനിപ്പോൾ ഓഫീസിൽ വന്നതുകൊണ്ടാണ് പ്രിൻ്റ് എടുത്തത്. അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് പിന്നെ നിങ്ങളുടെ ഓരോ ദിവസത്തെയും വെയിറ്റ് എഴുതി വെക്കുക. അതുപോലെ ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. പിന്നെ അതുപോലെ വെള്ളം കുടിച്ചത് എത്രയാണെന്ന് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്യണം. പിന്നെ വർക്കൗട്ട് ചെയ്തോ ഇല്ലയോ എന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പിറ്റേന്നും ഈ ഒരു പേപ്പർ കാണുമ്പോൾ ഇന്ന് ഞാൻ കറക്റ്റായിട്ടാണ് ചെയ്തത്, അപ്പോൾ നാളത്തെ പേപ്പറിലും ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നണം. അതിനൊക്കെയുള്ള ഒരു ട്രിക്കാണിത്. അപ്പോൾ എനിക്കിത് യൂസ്ഫുൾ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചില സമയത്ത് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു യൂസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കാനും മറക്കരുത് കേട്ടോ. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഫുഡ് കാണിച്ചു തന്നു, വർക്കൗട്ട് ചെയ്തതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറാണ്, 1 മണിക്കൂർ കൂടുതൽ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, വെള്ളം 3 ലിറ്റർ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അന്ന് മുതൽ തന്നെ നിങ്ങൾ വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഞാൻ വെയിറ്റ് ലോസ് വീഡിയോ മാത്രമാണ് ഇടുന്നതെന്ന് കരുതി ആരും എൻ്റെ വീഡിയോ കാണാതെ എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. ഞാൻ എല്ലാ തരം കണ്ടൻറ്റും ഇടും, നിങ്ങൾക്കറിയാം. ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ട്രാവൽ വ്ളോഗ് ചെയ്യാറുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാറുണ്ട്, വെയിറ്റ് ലോസ് വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ എൻ്റെ വീഡിയോസിനൊക്കെ തീരെ വ്യൂസ് ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ ചാനലിൽ ആയ മോണിറ്റൈസേഷന് വേണ്ട വാച്ചിങ് അവർ കംപ്ലീറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നേന്ന് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുവാണ് ഈ ജനുവരി മുതൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് വേണം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.